ഓക്കെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്, അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. നമ്മൾ ബഹുഘടക സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടതാണ്. തൊണ്ടയ്ക്ക് ആവിഷ്കരിച്ച ബുദ്ധി സിദ്ധാന്തമാണ് ബഹുഘടകം, മൾട്ടി ഫാക്ടർ തിയറി. ഓക്കെ, അപ്പോൾ ഈ സൈക്കോളജിയിലുള്ള ഒരു പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്, കൺഫ്യൂസിങ് ആണ് അല്ലേ. രണ്ടും ഒന്നുപോലെ തോന്നും. അപ്പോൾ ഓപ്ഷൻസ് വരുന്ന സമയത്ത് ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരാം. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമുഖ ബുദ്ധിയാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ബഹുഘടക സിദ്ധാന്തമാണ്. ഓക്കെ, അപ്പോൾ ഘടകം എന്ന് കേട്ടാൽ അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബഹുഘടകം എന്ന് കേട്ടാൽ അത് തൊണ്ടയ്ക്ക് ആവിഷ്കരിച്ച ബുദ്ധി സിദ്ധാന്തമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബഹുതരത്തിലുള്ള അല്ലേ, ബഹുതരത്തിലുള്ള ബുദ്ധികളാണ് ഇദ്ദേഹം ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബഹുമുഖ ബുദ്ധി എന്നോ അല്ലെങ്കിൽ ബഹുതര ബുദ്ധി എന്നോ ബഹുതല ബുദ്ധി എന്നോ ഒക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മലയാളത്തിൽ എന്താണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണുന്നത്, ഇവിടെ ബഹുമുഖമെന്നോ ബഹുതരമെന്നോ ബഹുതലമെന്നോ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ്. എന്നാൽ ബഹുഘടകം എന്ന് കേട്ടാൽ, മൾട്ടി ഫാക്ടർ എന്ന് കേട്ടാൽ അത് തൊണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും ഈ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ. എന്നാൽ ബഹുഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തൊണ്ടയ്ക്കാണ്. ഓക്കെ, ബഹുമുഖ ബുദ്ധി എന്നോ ബഹുതര ബുദ്ധി എന്നോ ബഹുതല ബുദ്ധി എന്നോ വരാം. അപ്പോൾ ഏത് വന്നാലും ഹൊവാർഡ് ഗാർഡ്നറുടെ സിദ്ധാന്തത്തിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയും, ഹൊവാർഡ് ഗാർഡ്നർ അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് അഥവാ മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്ന് പറയാം മലയാളത്തിൽ. ഓക്കെ, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹൊവാർഡ് ഗാർഡ്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ചോദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. അപ്പോൾ ഹൊവാർഡ് ഗാർഡ്നർ പറയുന്നത് ബഹുതരത്തിലുള്ള ബുദ്ധികളാണുള്ളത്, അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധികളുണ്ട്. ബഹുമുഖമാണ് ബുദ്ധിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആദ്യം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ 7 തരം ബുദ്ധികളുണ്ട് എന്നാണ് പറഞ്ഞത്. എത്ര തരമാണ്? 7 തരം, അല്ലെങ്കിൽ 7 മുഖമാണ് ബുദ്ധിക്കുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 7 തലങ്ങളാണുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. പിന്നീട് അദ്ദേഹം മറ്റൊരു പുസ്തകം രചിച്ചു, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്. ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്താണ്? ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്. ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം 9 തരം ബുദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. അഥവാ 7ൻ്റെ കൂടെ 2 ബുദ്ധികൾ കൂടി അദ്ദേഹം എന്ത് ചെയ്തു? ആഡ് ചെയ്തു. പിന്നീട് അവസാനമായിട്ട് ആഡ് ചെയ്ത 9ാമത്തെ ബുദ്ധി അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധി സിദ്ധാന്തത്തിൽ ആകെ 8 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹൊവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ ബഹുതര ബുദ്ധി, ബഹുതല ബുദ്ധി എന്നൊക്കെ നമ്മളിതിനെ വിളിക്കുന്നു. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം 7 തരം ബുദ്ധികളെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം 9 തരം ബുദ്ധികളെക്കുറിച്ച് പിന്നീട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഏതൊക്കെയാണ് അദ്ദേഹം പറയുന്ന 9 തരം ബുദ്ധികൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുദ്ധി സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഈ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ഒരു ബുദ്ധി സിദ്ധാന്തം. ഓക്കെ, 9 തരം ബുദ്ധികളുണ്ട് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഏതാണ്? ബഹുമുഖ ബുദ്ധിയിൽ അല്ലെങ്കിൽ ബഹുതര ബുദ്ധി സിദ്ധാന്തത്തിൽ 9 തരം ബുദ്ധികളുണ്ട്. അത് ആവിഷ്കരിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 9 തരം ബുദ്ധികളാണല്ലേ, 9 തരമാണ് ബുദ്ധി, അല്ലെങ്കിൽ 9 മുഖങ്ങളാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കുള്ളത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹൊവാർഡ് ഗാർഡ്നർ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, ഭാഷാപരമായ ബുദ്ധി അല്ലേ. ഭാഷാപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നു അല്ലേ. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അഥവാ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. യുക്തിചിന്താ ഗണിതപരമായ ബുദ്ധി. യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി അഥവാ യുക്തിചിന്തയാണ് അല്ലേ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ റിതമിക് ഇൻ്റലിജൻസ്. ശാരീരിക ചലനപര ബുദ്ധി,
ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വോസ്പേഷ്യൽ ഇൻ്റലിജൻസ് അഥവാ വിഷ്വോസ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതിനാണ് നമ്മൾ ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുന്നത്. വ്യക്തിയാന്തര ബുദ്ധി അഥവാ വ്യക്തിയാന്തര ബുദ്ധിയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ആന്തരിക വൈയക്തിക ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻട്രാ പേഴ്സണലാണ്. വ്യക്തിയാന്തരം എന്ന് പറഞ്ഞാൽ ഇൻ്റർപേഴ്സണലാണ്. ഇവിടെ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻട്രാ പേഴ്സണലാണ്. ഓക്കെ, ഇൻട്രാ പേഴ്സണൽ ആൻഡ് ഇൻ്റർപേഴ്സണലാണ് മുകളിലുള്ളത്. ഓക്കെ, പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ എട്ടാമത്തെ ബുദ്ധി, 7 കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ 8-മത്തതും 9-മത്തതും അദ്ദേഹം പിന്നീട് ആഡ് ചെയ്താണ്. അപ്പോൾ പ്രകൃതിപരമായ ബുദ്ധി, 9-മത്തെ ബുദ്ധി ഏതാണ്? അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. ഈ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന ബുദ്ധി സിദ്ധാന്തം അദ്ദേഹം പിന്നീട് എടുത്ത് എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ 8 തരം ബുദ്ധികളാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി കൂടുതലുള്ള വ്യക്തികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. ഇവിടെ ഭാഷയാണ്. അപ്പോൾ ഭാഷയിലൂടെ ആശയങ്ങൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഭാഷയിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഭാഷയെ നല്ല രീതിയിൽ പ്രയോഗിക്കാനും പ്രയോജനപ്പെടുത്താനുമുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാഷയിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഭാഷയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തു നിന്നും ചോദ്യം വരുന്നത് ഈ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭാഷാപരമായ ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയായിരിക്കും ഇവിടെ ഭാഷാപരമായി നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും? നമുക്കറിയാം ആരൊക്കെയാണ്. കവികൾ, എഴുത്തുകാർ, അതുപോലെ വക്കീലന്മാർ, ഇവർക്കൊക്കെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ പ്രധാനമായും ഭാഷാപരമായ ബുദ്ധി പറഞ്ഞാൽ നല്ല രീതിയിൽ കവിത എഴുതുന്ന ആളുകൾ, അതുപോലെ നല്ല രീതിയിൽ കഥ എഴുതുന്ന ആളുകൾ, അവർക്കൊക്കെ ഏത് ബുദ്ധിയായിരിക്കും കൂടുതൽ? നല്ല രീതിയിൽ ഭാഷ പ്രയോഗിക്കാനും അത് കൈകാര്യം ചെയ്യാനും കഴിയുന്ന ആളുകളായിരിക്കും അല്ലേ. ഭാഷാപരമായിട്ടുള്ള കഴിവ് കൂടുതലുണ്ടാവും. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഭാഷയിലൂടെ അല്ലെങ്കിൽ ഭാഷയെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുമുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഭാഷാപരമായ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായ ബുദ്ധി കൂടുതലുള്ള ആളുകൾ ആരൊക്കെയാണ്? എഴുത്തുകാർ, വക്കീലന്മാർ, കവികൾ, പ്രാസംഗികർ, നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകളിലെ ഇവർക്കൊക്കെ ഏത് ബുദ്ധി കൂടുതലായിരിക്കും? ഭാഷാപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധിയാണ്. യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി. അപ്പോൾ ഇവിടെ മാത്തമെറ്റിക്കലാണ് അല്ലേ, ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇവിടെ ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധി കൂടുതലുള്ള വ്യക്തികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? യുക്തിപരമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവ് എന്ന് പറയാം അല്ലേ. യുക്തിപരമായിട്ട് നല്ല രീതിയിൽ റാഷണലായിട്ട് തിങ്ക് ചെയ്യാൻ, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ, ലോജിക്കലായിട്ട് ചിന്തിക്കാൻ, അതുപോലെ ഗണിതപരമായ മാത്തമെറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, പാറ്റേണുകൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെ യുക്തിചിന്താ ഗണിതപരമായിട്ടുള്ള ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവർക്ക് പാറ്റേണുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും, നിഗമനാത്മക രീതിയിലൂടെ ചിന്തിക്കാൻ കഴിയും, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിയും, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന്, വളരെ അനായാസം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ആർക്ക്? യുക്തിചിന്താ ഗണിതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ. അപ്പോൾ ഈ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകളാണ് കവികൾ, എഴുത്തുകാർ എന്നിവരൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ യുക്തിചിന്താപരമായിട്ട് അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? സയൻറ്റിസ്റ്റ് അല്ലേ, ശാസ്ത്രജ്ഞർ, അതുപോലെ മാത്തമെറ്റീഷ്യൻ, ഗണിതശാസ്ത്രജ്ഞൻ അല്ലേ, മാത്തമെറ്റീഷ്യൻസ്, ഇവർക്കൊക്കെ ഏത് ബുദ്ധി കൂടുതലായിരിക്കും? യുക്തിചിന്ത ഗണിതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ അക്കൗണ്ടൻസ് ഒക്കെ പറയും, അക്കൗണ്ടൻസിനെ ഉൾപ്പെടുത്താം അല്ലേ.
മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ യുക്തി ചിന്താഗണിതപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് കൂടുതലുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം അല്ലേ. ആൽബർട്ട് ഐൻസ്റ്റീന് ഏത് ബുദ്ധി കൂടുതലാണ്? യുക്തി ചിന്താപരമായിട്ടുള്ള ബുദ്ധി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ, മാത്തമാറ്റീഷ്യൻസ്, അക്കൗണ്ടൻസ് ഇവരൊക്കെ ഏത് ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും? യുക്തി ചിന്താഗണിതപരമായിട്ടുള്ള ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും. നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന ഹൊവാർഡ് ഗാർഡനർ പറയുന്ന ബുദ്ധി, അടുത്ത ബുദ്ധി ഏതാണ്? സംഗീതപരമായ ബുദ്ധിയാണ്. സംഗീതപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ. മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ റിതമിക് ഇൻ്റലിജൻസ് അതിൽ തന്നെ ഉണ്ട് അല്ലേ. എന്തിനായിരിക്കും? സംഗീതപരമായിട്ടുള്ള കഴിവുകളാണ് അല്ലേ. അപ്പോൾ സംഗീതപരമായിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സംഗീതം ആസ്വദിക്കുക, ആലപിക്കുക, ചിട്ടപ്പെടുത്തുക, ഇതിനൊക്കെ കൂടുതൽ അല്ലേ, ഇതിനൊക്കെയുള്ള നല്ല കഴിവ്, അതാണ് സംഗീതപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ സംഗീതപരമായിട്ടുള്ള ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേ. നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളുകൾ അല്ലേ. അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ്, AR റഹ്മാനെയൊക്കെ നമുക്ക് പറയാം അല്ലേ. മ്യൂസിക് ഡയറക്ടേഴ്സ്, നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളുകൾ, അതുപോലെ സംഗീതത്തെ നല്ല രീതിയിൽ ആസ്വദിക്കണം, അതിൻ്റെ താളവും സംഗതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നമുക്ക് സംഗീതപരമായ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്നവരാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ സംഗീതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ ആരൊക്കെയായിരിക്കും? ഏത് മേഖലയിലായിരിക്കും അവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്? അവർ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളുകളായിരിക്കാം അല്ലേ. അതുപോലെ അപ്പോൾ യേശുദാസിനെ, നമുക്ക് AR റഹ്മാനെ, ഇവരെയൊക്കെ നമുക്ക് സംഗീതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ് അല്ലേ. ശാരീരിക ചലനപരമായ ബുദ്ധി ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ശാരീരിക ചലനങ്ങളാണ് അല്ലേ. ശാരീരിക ചലനങ്ങളെ സമന്വയിപ്പിക്കുന്നതിനും അതുപയോഗിച്ച് ശാരീരിക ചലനങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള ആശയവിനിമയം നടത്തുന്നതിനുമുള്ള കഴിവ് അല്ലേ. അപ്പോൾ ശാരീരിക ചലനപര ബുദ്ധി കൂടുതലുള്ള വ്യക്തികളായിരിക്കും നല്ല രീതിയിൽ തൻ്റെ ശാരീരിക ചലനങ്ങളെ, ശരീരത്തെ അനായാസം ചലിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേ. ആരൊക്കെയാണ്? ഡാൻസേഴ്സ് അല്ലേ, നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന നർത്തകർ അല്ലേ. അതുപോലെ സർക്കസ് ആർട്ടിസ്റ്റുകൾ, അവർക്കൊക്കെ അനായാസം തൻ്റെ ശരീര ചലനങ്ങളെ ശാരീരിക ചലനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിവ് വേണം. ആർക്ക്? സർക്കസ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലേ. അതുപോലെ അത്ലറ്റ്സ്, കായിക താരങ്ങൾ അല്ലേ. ഇവർക്കൊക്കെ ഏത് ബുദ്ധിയായിരിക്കും കൂടുതലുണ്ടാവുക? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയായിരിക്കും എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? കായിക താരങ്ങളിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമേത് എന്ന് ചോദിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് തലമാണ്? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ് അല്ലേ. ഹൊവാർഡ് ഗാർഡനറുടെ അഭിപ്രായത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സ്, സംഗീതം ആലപിക്കാനുള്ള കഴിവ് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാ? സംഗീതപരമായിട്ടുള്ള ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരാറുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ബുദ്ധിയുടെ തലമേതാണ്? അദ്ദേഹം പറയുന്നത് ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ് അല്ലേ. വിഷ്വോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ദൃശ്യ സ്ഥലപര ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലം, ദിശ, രൂപം, ദൃശ്യസ്ഥലപരമാണ്. അപ്പോൾ സ്ഥലം, ദിശ, രൂപം, ദൃശ്യം എന്നിവയെ പരിശോധിക്കുന്നതിനും വളരെ അനായാസം അവയെ മനസ്സിലാക്കുന്നതിനുമുള്ള കഴിവാണ്. ഓക്കെ, അപ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അഥവാ ഇവരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ്? സ്ഥലം, ദിശ, രൂപം, ദൃശ്യം എന്നിവയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള കഴിവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? ദൃശ്യസ്ഥലപര ബുദ്ധി, നല്ല രീതിയിൽ ദിശ ബോധം ഉണ്ടാവും അല്ലേ. നല്ല രീതിയിൽ ഏത് ദിശയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ രൂപീകരിക്കാൻ ആർക്ക് കഴിയും? ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് കഴിയും. അതായത് മാപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. മാപ്പ് റീഡ് ചെയ്യാൻ, ചാർട്ടുകൾ റീഡ് ചെയ്യാൻ, അതുപോലെ ചിത്രങ്ങൾ പരിശോധിക്കാൻ, സിനിമ നിരൂപണം ചെയ്യാൻ, അതുപോലെ ദൃശ്യസ്ഥലപര ബുദ്ധിയുള്ള കൂടുതലുള്ള ആളുകൾ നമുക്ക് ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ള വ്യക്തികളാണെന്ന് പറയാം അല്ലേ. അഥവാ എന്താ പറയുക, സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലേ. സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ള ആളുകൾക്കാണ് അതിന് കഴിയുക അല്ലേ. അഥവാ കളിമണ്ണ് ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കുക, അതുപോലെ ചിത്രങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക,
ഇവർക്കൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട ബുദ്ധി ഏതാണ്? ദൃശ്യ സ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ദൃശ്യസ്ഥലപര ബുദ്ധിയുള്ള ആളുകൾക്ക് മാപ്പുകൾ റീഡ് ചെയ്യുന്നതിന്, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ധാരണകൾ രൂപീകരിക്കാനും ചാർട്ടുകൾ റീഡ് ചെയ്യാനും അതുപോലെ വിഷ്വൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അല്ലേ. അപ്പോൾ ശില്പികൾ നമ്മൾ പറഞ്ഞു അല്ലേ, ആർക്കിടെക്ട്സ്, ശില്പികൾ, ഇവർക്കൊക്കെ ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും. അപ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കളിമൺ ഉപയോഗിച്ച് രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ, അഥവാ ഒരു ശില്പം നിർമ്മിക്കുകയാണ് കുട്ടി. അപ്പോൾ ഇവിടെ ഈ കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കൂടുതലുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ബുദ്ധി ഏതാണ്? വ്യക്ത്യാന്തര ബുദ്ധിയാണ്. വ്യക്ത്യാന്തര ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താ? ഇൻ്റർപേഴ്സണൽ ആണ് കേട്ടോ. വ്യക്ത്യാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ എന്ന് പറയാം. അപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക അല്ലേ, മറ്റുള്ളവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, തൻ്റെ പ്രവർത്തനങ്ങളെ, തൻ്റെ സംസാരത്തെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാവും? വ്യക്ത്യാന്തര ബുദ്ധി കൂടുതലുള്ള ആളുകൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക, ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അവരുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുക. ഇതിനൊക്കെയുള്ള കഴിവാണെന്ത്? വ്യക്ത്യാന്തര ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്ത്യാന്തര ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ ആരൊക്കെയായിരിക്കും? നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ കഴിവുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആളുകൾ സാധാരണയായിട്ട് നമുക്കറിയാം ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റുമാർ, ഇവർക്കൊക്കെ വ്യക്ത്യാന്തര ബുദ്ധി കൂടുതലാണെന്ന് പറയാം. അതുപോലെ മത രാഷ്ട്രീയ പ്രവർത്തകർ, സോഷ്യൽ വർക്കേഴ്സ്, ഇവർക്കൊക്കെ ഏത് ബുദ്ധി കൂടുതലാണ്? വ്യക്ത്യാന്തര ബുദ്ധി കൂടുതലാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് അല്ലേ. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുമ്പോൾ ഇൻട്രാപേഴ്സണലാണ്. നേരത്തെ പറഞ്ഞ വ്യക്ത്യാന്തര ബുദ്ധി എന്ന് പറയുമ്പോൾ അത് ഇൻ്റർപേഴ്സണൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഫലപ്രദമായ ബന്ധം സ്ഥാപിക്കാനാണ് അല്ലേ, മറ്റുള്ളവരെ മനസ്സിലാക്കാനാണെന്നാണ് നമ്മൾ വ്യക്ത്യാന്തര ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇവിടെ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്തരിക വൈയക്തിക എന്നാണ്. ഇൻ്റർപേഴ്സണൽ ആണ്, ഒരാൾക്ക് അകത്ത് തന്നെയാണ്. അപ്പോൾ തനിക്കകത്ത് തന്നെയാണ്, തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ബുദ്ധിയാണ്? കൃത്യമായിട്ട് തൻ്റെ വികാരങ്ങൾ, തൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുക, തൻ്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട്, വീക്ക്നെസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതിനനുസരിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനൊക്കെയുള്ള കഴിവാണേത്? ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ ആരൊക്കെയായിരിക്കും? നല്ല രീതിയിൽ സ്വയം മനസ്സിലാക്കിയ അല്ലേ, തന്നെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ, ബോധ്യമുള്ള വ്യക്തികളായിരിക്കും അല്ലേ. ഉദാഹരണമായിട്ട് ഓട്ടോബയോഗ്രഫീസ് എഴുതുന്ന ആളുകൾ, എന്നും ഡയറി എഴുതുന്ന ആളുകൾ, തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, തന്നെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കുറിപ്പ് എഴുതുകയാണ് അല്ലേ ഡയറി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഡയറി എഴുതുന്നതൊക്കെ ചിലപ്പോൾ ഡയറി എഴുതുന്നതൊക്കെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ ഡയറി എഴുതുന്നത് ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച്, ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ഏതിൽ പെടുന്നു എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ എഴുതുക എന്നാണ് പറയുന്നത് അല്ലേ, ഡയറി എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുത്തുകാർ പെടുന്നതാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുക, എഴുത്തുകാർ പെടുന്നത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്. എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് അങ്ങനെയല്ല. ഡയറി എഴുതുക എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ, സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുടെ ഒരു കഴിവാണ്, അഥവാ തന്നെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുകയാണ് ഒരാൾ ഡയറി എഴുതുമ്പോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ നമുക്ക് പറയാം ഓട്ടോബയോഗ്രഫീസ് എഴുതുന്ന ആളുകൾ, ഡയറി എഴുതുന്ന ആളുകൾ, ഇവർക്കൊക്കെ ആന്തരിക വൈയക്തിക ബുദ്ധി കൂടുതലാണ്. ഇനി ഡയറി ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെക്കുറിച്ച് ഒരു ബോധം കൈവരിച്ച വ്യക്തികളാണ് അല്ലേ. തൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, തൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, ഇതിനനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുക, അതായത് മെച്ചപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവൊക്കെ ആർക്കുണ്ടാവും? ആന്തരിക വൈയക്തിക ബുദ്ധി കൂടുതലുള്ള ആളുകൾക്കുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പ്രകൃതിപരമായ ബുദ്ധിയാണ് അല്ലേ. ഇത് പിന്നീട് അദ്ദേഹം ആഡ് ചെയ്തതാണ് അല്ലേ, എട്ടാമത്തെ ബുദ്ധി ആഡ് ചെയ്തതാണ്. പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് അല്ലേ. നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ബുദ്ധിയായിരിക്കും? പ്രകൃതിയെ അറിയുക അല്ലേ, പ്രകൃതിയെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാനുമുള്ള ബുദ്ധിയാണിത് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ
പ്രകൃതിപരമായ ബുദ്ധി കൂടുതലുള്ള വ്യക്തികൾ ആരൊക്കെയായിരിക്കും? ഈ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? കർഷകർ, പ്രകൃതി സംരക്ഷകർ, എൻവിയോൺമെൻ്റലിസ്റ്റുകൾ, ബയോളജിസ്റ്റുകൾ, ഇവർക്കൊക്കെ ഏത് ബുദ്ധിയായിരിക്കും കൂടുതലുണ്ടാവുക? പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയായിരിക്കും കൂടുതലുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആസ്വദിക്കുക, മനസ്സിലാക്കുക, പ്രകൃതിയിലെ വസ്തുക്കളെ തമ്മിൽ തരംതിരിക്കുക, ഇതിനൊക്കെയുള്ള കഴിവ് ആർക്കുണ്ടാവും? പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ 9ാമത്തെ ഏറ്റവും അവസാനത്തെ തരം എന്ന് പറയുന്നത് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധിയാണ്, അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ. എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഇത് പിന്നീട് അദ്ദേഹം എടുത്ത് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? എക്സിസ്റ്റൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. തൻ്റെ അസ്തിത്വം, താൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ ലോകത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്ത്, സ്വർഗമുണ്ടോ നരകമുണ്ടോ ആത്മാവുണ്ടോ എന്നിങ്ങനെയുള്ള ആത്മീയപരമായിട്ടുള്ള ചോദ്യങ്ങൾ, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. ഇത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളിൽ മികച്ചു നിൽക്കുന്ന ബുദ്ധിയുടെ ഘടകമാണേത്, അല്ലെ ബുദ്ധിയുടെ തലമാണേത്? അസ്തിത്വപരമായ ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകളെ കുറിച്ച് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആത്മീയപരമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലേ, ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ, അതുപോലെ സന്യാസിമാർ, ഇവർക്കൊക്കെ ഏത് ബുദ്ധിയായിരിക്കും കൂടുതൽ? അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. ഹൊവാർഡ് ഗാർഡ്നർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ബഹുമുഖമാണ്, അല്ലെങ്കിൽ ബഹുതരത്തിലുള്ള ബുദ്ധികളാണുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ. ബഹുതരം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. അദ്ദേഹം 9 തരം ബുദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥവും അതുപോലെ ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന 2 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 9 തരം ബുദ്ധികൾ ഏതൊക്കെയാണ്? ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. അപ്പം ഈ ഭാഗത്തു നിന്നും ചോദ്യം വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കളിമൺ ഉപയോഗിച്ച് ഒരു ശില്പം നിർമ്മിക്കുന്ന കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധി ഏത്? ഇങ്ങനെയാണ് ചോദ്യം വരിക അല്ലേ. ചിലപ്പോൾ തന്നെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമേത് എന്ന് ചോദിക്കാം. ഇനി അതുമല്ലെങ്കിൽ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ടീച്ചർ ലക്ഷ്യമാക്കുന്ന ബുദ്ധിയുടെ തലമേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യക്ത്യാന്തര ബുദ്ധിയാണല്ലേ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതി ഫലപ്രദമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏത് ബുദ്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ 9 തരം ബുദ്ധിയുണ്ട്. ഈ ബുദ്ധികളെല്ലാം എല്ലാവരിലുമുണ്ട്. പക്ഷേ ഇതിൻ്റെ തോത് വ്യത്യസ്തമായിരിക്കും. ഏത് ബുദ്ധിയാണോ ഒരു വ്യക്തിയിൽ ഉയർന്നു നിൽക്കുന്നത് ആ മേഖലയിൽ ആ വ്യക്തി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോലിയോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയോ അതായിരിക്കും എന്നാണ്